കുച്ച് കുച്ച് ഹോത്താ ഹെ എന്ന് പറയുന്ന ഒരു സിനിമയും കരൺ ജോഹർ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ കുറിച്ചൊക്കെ നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുച്ച് കുച്ച് ഹോത്താ ഹെക്ക് ശേഷം കരൺ ജോഹർ ചെയ്ത ഒരു സിനിമ, അന്നത്തെ ഏറ്റവും വലിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ സംഭവിച്ചതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കരൺ ജോഹർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ നമുക്കറിയാം, അദ്ദേഹം സിനിമാ കുടുംബമാണ്. യാഷ് ജോഹർ എന്ന് പറയുന്ന ഒരു വലിയൊരു നിർമ്മാതാവും അതിനുപരി നല്ലൊരു മനുഷ്യനും ആയിരുന്നു ഈ പറഞ്ഞ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ യാഷ് ജോഹർ. അപ്പോൾ ഈ 1980 ദോസ്താന എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും, യാഷ് ജോഹർ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ സിനിമകളും പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്ത കുച്ച് കുച്ച് ഹോത്താ ഹെ എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സിനിമ വൻ വിജയമായപ്പോൾ ഇദ്ദേഹം എന്താ പറയുക 18 വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിറ്റ് കിട്ടി. അദ്ദേഹത്തിൻ്റെ വേറെ കുറേ ബിസിനസ്സുകളൊക്കെ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇതിൻ്റെ നഷ്ടം ആ ഒരു ബിസിനസ്സിൽ നികത്തി പോവുകയായിരുന്നു. അതുകൊണ്ട് ഇവർ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പോയിരുന്നു. പക്ഷെ അപ്പോഴും ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതൊക്കെ കുച്ച് കുച്ച് ഹോത്താ ഹെ സിനിമ ഹിറ്റായതോടുകൂടി അദ്ദേഹത്തിന് ഒരു ആശ്വാസമായി, അതൊരു മകൻ എന്ന രീതിയിൽ വലിയ അഭിമാനമായി എന്നൊക്കെ കരൺ ജോഹർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏത് ഒരു സിനിമ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെ ആലോചനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുച്ച് കുച്ച് ഹോത്താ ഹെ ഒരു വിജയം ഷാറൂഖ് ഖാനായാലും കജോളിനായാലും ഒക്കെ, സൽമാൻ ഖാൻ, നമ്മളത് മുമ്പത്തെ എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു, സൽമാൻ ഖാൻ അതിലൊരു ചെറിയൊരു ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും സൽമാൻ ഖാൻ പറഞ്ഞത് എനിക്ക് നിൻ്റെ അച്ഛനോടുള്ളൊരു ബന്ധം, യാഷ് ജോഹർ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യനുള്ള ബന്ധത്തിന് പുറത്ത് ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ആ ഒരു സിനിമ ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്തൊരു സിനിമ. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞത് എൻ്റെ മനസ്സിൽ കുറേ താരങ്ങൾ, ഒരു പോസ്റ്റർ, ആ പോസ്റ്ററിൽ നിറച്ച് കുറേ താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ഒരു ബ്രഹ്മാണ്ഡ സിനിമ, ബ്രഹ്മാണ്ഡം എന്ന സെൻസ് അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണം, എല്ലാ താരങ്ങളും ഒന്നിപ്പിച്ചിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നൊരാഗ്രഹമാണ് ആദ്യം മനസ്സിലേക്ക് വന്നത്. അപ്പോൾ മോഡേൺ രാമായണ, നമ്മുടെ രാമായണം എങ്ങനെ മോഡേൺ ഇതിൽ, അത് രാമായണം നമുക്കറിയാം, രാമനും സീതയും കാട്ടിലോട്ട് പോകുന്നു, ലക്ഷ്മണൻ പോകുന്നു. അപ്പോൾ ഒരു ചേട്ടൻ, ചേട്ടത്തി, ഒരു അനിയൻ. അപ്പോൾ ഇദ്ദേഹത്തെ മനസ്സിലോട്ട് ഇങ്ങനെ രാമായണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ പറഞ്ഞത്, ചേട്ടനും വർഷങ്ങൾക്ക് ശേഷം പോയി, എവിടെയാണെന്ന് അറിയില്ല, അല്ലെങ്കിൽ വേറെ എവിടെയോ ആണ്, വീട് വിട്ടിറങ്ങിപ്പോയി. അപ്പോൾ ആ ചേട്ടനെ വീണ്ടും ചേട്ടനെയും ചേട്ടത്തിനെയും കൂട്ടിക്കൊണ്ടുവരിക, വീണ്ടും അച്ഛനും അമ്മയായിട്ട് ഒന്നിപ്പിക്കുക, ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന ഒരു മകൻ, അതായത് ഒരു ലക്ഷ്മണൻ ഒരു മോഡേൺ വേൾഡിൽ എങ്ങനെയിരിക്കും. അപ്പോൾ ഇതൊക്കെ കൂടി ഇങ്ങനെ മനസ്സിലൊക്കെ വെച്ചിട്ടാണ് ഒരു കഥ രൂപപ്പെടുത്തി. അപ്പോൾ ഒരു കഥ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഷാറൂഖ് ഖാൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഷാറൂഖ് ഖാനായിട്ട് ഉള്ളൊരു ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് ഷാറൂഖ് ഖാൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു എങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞു ഓക്കെ, നീ ആലോചിച്ചോ, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കജോൾ തന്നെയായിരുന്നു. അപ്പം പക്ഷെ കജോൾ ആ സമയത്ത് അജയ് ദേവഗനായിട്ടുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയത്തുണ്ട്. കജോൾ ഇനിയിപ്പോൾ അഭിനയിക്കോ ഇല്ലയോ എന്നുള്ള അങ്ങനെ ഒരു ഡിസ്കഷനിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞത്, ഞാൻ കജോളിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ കജോൾ റിജക്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കജോൾ റിജക്റ്റ് ചെയ്താൽ ഞാൻ ഐശ്വര്യയുടെ അടുത്ത് പോകും, ഇങ്ങനെയാണ് മനസ്സിൽ. അപ്പോൾ അന്ന് മൊഹബത്തേനൊക്കെ നടക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഷാറൂഖ് ഖാൻ്റെ അടുത്ത് മൊഹബത്തിൻ്റെ ലൊക്കേഷനിലൊക്കെ പോയിട്ടാണ് കഥയൊക്കെ പറയുന്നത്. അപ്പോൾ കജോളിൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ ഒരു നേരിട്ട് പോയി കഥ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നില്ല എന്നാണ് വിചാരിച്ചത്, പക്ഷെ ഇത് ഞാൻ ചെയ്യും. അപ്പോൾ കരൺ ജോഹറിന് അത്ഭുതമായി. ഓക്കെ, കജോൾ ചെയ്താൽ സന്തോഷം. അപ്പോൾ ഐശ്വര്യ എന്നുള്ള ആ ഒരു പ്ലാൻ മാറ്റി. അങ്ങനെ ഷാറൂഖ് ഖാനെയും കജോളിനെയും ഉറപ്പിച്ചു. പിന്നെ പാരൻസായിട്ട് മനസ്സിൽ വന്നത് അമിതാഭ് ബച്ചനും ഭാര്യ ജയ ബച്ചനും തന്നെയാണ്. അതായത് ഒരു ബച്ചൻ കുടുംബത്തിനെ ഞാനതിൽ അഭിനയിപ്പിക്കും എന്ന് പറഞ്ഞ് ഇവർ രണ്ടും. അപ്പോൾ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞാൽ കരൺ ജോഹർക്ക് വളരെ അടുത്ത ഒരു ഫാമിലി, എന്താ പറയുക, അച്ഛൻ്റെ അടുത്ത് അമിത് അങ്കിൾ എന്നാണ് വിളിക്കുക. അപ്പോൾ കരൺ ജോഹർ പറയാറുണ്ട്, ചെറുപ്പത്തിലൊക്കെ അച്ഛനൊക്കെ തിരക്കുള്ള സമയത്ത് ഞാൻ അമിത് അങ്കിളുടെ കൂടെ, അതായത് അമിതാഭ് ബച്ചൻ്റെ ഫാമിലിയുടെ കൂടെയാണ് ഞാൻ ടൂറൊക്കെ പോവുക, അഭിഷേക് ബച്ചനൊക്കെ ആയിട്ട് ഒരുമിച്ച് കളിച്ച് വളർന്നാക്കിയാണെന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ അമിതാഭ് ബച്ചൻ്റെ അടുത്ത് പോയി കഥ പറഞ്ഞു. അമിതാഭ് ബച്ചൻ അന്ന് മൊഹബത്തേൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്യണം. അതായത് അമിതാഭ് ബച്ചൻ സിനിമയിൽ നിന്ന് മാറി ബിസിനസ്സിനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇറങ്ങി പരാജയപ്പെട്ട് കുറച്ചേ പ്രശ്നത്തിൽ നിന്ന് വന്ന് മൊഹബത്തേലൂടെ തിരിച്ചു. അതിന് മുമ്പ് നമുക്കറിയാം, ഈ പറയുന്ന ബഡേ മിയ ചോട്ടെ മിയയിൽ അഭിനയിച്ചു, മൊഹബത്തേലിലും കൂടി അഭിനയിക്കുന്ന ഒരു സമയമാണ്. കോൻ ബനേഗ കരോർപതി ചെയ്യുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചു വരവിൻ്റെ ആ ഒരു സമയമാണ്. അങ്ങനെ അമിതാഭ് ബച്ചനോട് പോയി പറയുന്നു, അമിതാഭ് ബച്ചൻ ചെയ്യാമെന്ന് ഏറ്റു. അപ്പോൾ അമിതാഭ് ബച്ചൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കരൺ ജോഹർക്ക് കോൺഫിഡൻസ് കൂടി ഷാറൂഖ് ഖാനെ വിളിച്ച് പറഞ്ഞു, അമിതാഭ് ബച്ചൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഷാറൂഖ് ഖാൻ പറഞ്ഞു, ഞാൻ ധൈര്യമായിട്ട് നീ പ്രൊസീഡ് ചെയ്യുക എന്ന് പറഞ്ഞു. ജയ ബച്ചൻ്റെ അടുത്ത് പോയിട്ടും പറഞ്ഞു, അതായത് രണ്ടുപേരോട് ജയ ബച്ചനും ചെയ്യാമെന്ന് ഏറ്റു. പിന്നെയുള്ളത് അതിൽ ആ അനിയൻ്റെയും അനീത്തിയുടെയും ക്യാരക്ടേഴ്സാണ്. അപ്പോൾ അത് ശരിക്കും നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ശരിക്കും. അതിൽ ഷാറൂഖ് ഖാനും കജോളിനും ഉള്ള അതേ പ്രാധാന്യം തന്നെ അതിൽ ആ ഋത്തിക്കിൻ്റെയും കരീനയുടെയും ക്യാരക്ടേഴ്സിനുണ്ട്. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞ പോലെ അനിയൻ്റെ വേഷം എൻ്റെ മനസ്സിൽ ഋത്തിക് വന്നു. അന്ന് ശരിക്ക് ഋത്തിക് കഹോന പ്യാർ ഹെ സിനിമ ചെയ്തിട്ടില്ല. ആ സിനിമയുടെ പ്ലാനിങ്ങോ ഷൂട്ടോ ഒക്കെ നടക്കുന്നൊരു സമയമാണ് കഹോന പ്യാർ. കഹോന പ്യാരുടെ ഷൂട്ട് തുടങ്ങിയിട്ടില്ല,
ഷൂട്ടിന് അതിന് വേണ്ടിയുള്ള ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഋത്തിക്ക്. അപ്പോൾ ഋത്തിക്കിനൊക്കെ ചെറുപ്പം മുതലേ അറിയാം. കരൺ ജോഹറിന് ഋത്തിക്കിനെ ചെറുപ്പം മുതലേ അറിയാം. കാരണം ആദിത്യ ചോപ്രയും ഉദയ് ചോപ്രയും ഇവരൊക്കെ ഒരു സിനിമാ കുടുംബമായതുകൊണ്ട് ഋത്തിക്കിനൊക്കെ ചെറുപ്പത്തിലെ കാണുന്നതാണ്. അപ്പോൾ ഉദയ് ചോപ്രയും ഋത്തിക്കും ഭയങ്കര സുഹൃത്തുക്കളായതുകൊണ്ട് അതുവഴി കരൺ ജോഹറിനും ഋത്തിക്കിന് ഒരു പരിചയമുണ്ട്. അങ്ങനെ ഋത്തിക്കിനെ പോയി കണ്ടു, ഋത്തിക്കിനോട് പറഞ്ഞു. അപ്പോൾ ഋത്തിക്ക് പറഞ്ഞു എൻ്റെ ഫസ്റ്റ് പടമൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇയാൾ പറഞ്ഞു ഇല്ല ഇത് നിനക്ക് റോള് ഉണ്ട്, നീ ചെയ്യണം എന്നും പറഞ്ഞ് കമ്മിറ്റ്മെൻറ്റ് എന്താ പറയുക, ഇവർ കമ്മിറ്റ് ചെയ്തു, ഋത്തിക്ക് കമ്മിറ്റ് ചെയ്തു, ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തു കരൺ ജോഹർ. പിന്നെ കരീനയെ പോയി കണ്ടു. അപ്പോൾ അന്ന് കഹോനിയ പേരയ്ക്ക് നമുക്കറിയാം അമീഷ പട്ടേലാണ് നായികയായിട്ട് വന്നത് ഋത്തിക്കിൻ്റെ. അന്ന് ശരിക്കും കരീനേനെ ആയിരുന്നു ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് ആ ഒരു സിനിമയിലേക്ക് ഋത്തിക്കിൻ്റെ നായികയായിട്ട്. പക്ഷേ കരീന അത് റിജക്റ്റ് ചെയ്തിട്ടാണ് അഭിഷേക് ബച്ചൻ്റെ സിനിമ ഇവന് റെഫ്യൂജി എന്ന് പറയുന്ന ഒരു സിനിമ, അതാണ് അഭിഷേക് ബച്ചനും വന്ന ഒരു സിനിമയായിരുന്നു. അതിലേക്കാണ് കരീന കമ്മിറ്റ് ചെയ്തത്. അപ്പോൾ കരീനെ കാണാൻ പോയ കഥയൊക്കെ കരൺ ജോഹർ പറഞ്ഞത്, കരീനെ ഞാനൊരു ഇതേപോലെ ഒരു ഇവൻറ്റോ എന്തൊരു ഫംഗ്ഷനോ നടക്കുമ്പോൾ അവിടെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കരീന എന്നൊരു സിനിമ റിലീസായിട്ടില്ല, ഒരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഒരു 5 സിനിമ ഹിറ്റായി നിൽക്കുന്ന ഒരു സ്റ്റാറിനെ പോലെയാണ് കരീനയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അതൊരു ജാടാന്ന രീതിയിലല്ല, അത് ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു ക്യാരക്ടറിന് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. നമുക്കറിയാം ആ ഒരു സിനിമ കണ്ടവർക്ക് അറിയാം അതിൽ കരീന കപൂറിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ആറ്റിറ്റ്യൂഡുള്ള കരീന തന്നെയാണ് ബെസ്റ്റ് എന്നുകൊണ്ട് കരീനേനെയും അതിൽ ഉറപ്പിച്ചു. പിന്നെ അവർ കരീനയൊക്കെ ഇവരൊക്കെ പരിചയമുള്ളതുകൊണ്ട് എല്ലാം സെറ്റായി. അങ്ങനെ ഇവരുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ പ്ലാൻ ചെയ്തു, ഇവർ 6 പേരുമാണ് അഭിനയിക്കുന്നത്, ബച്ചൻ ഫാമിലി, ഷാറൂഖും കജോളും ഈ പറഞ്ഞ ഋത്തിക്കും കരീനയും. അപ്പോൾ ഇദ്ദേഹത്തിനും അത്ഭുതമായി, 6 പേരോ എന്ന് പറഞ്ഞപ്പില്ല, ഇവർ 6 പേര് തന്നെയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം പ്ലാൻ ചെയ്ത് ഇവർ ഷൂട്ടിംഗ് തുടങ്ങാനുള്ള ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തി. പിന്നെ ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങും ആ ഒരു ഷൂട്ടിങ്ങിനിടയിലുണ്ടായ രസകരമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഒരു റിലീസിനോടനുബന്ധിച്ചുണ്ടായ കുറേ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. അത് നമുക്കൊരു മറ്റൊരു സെഗ്മെൻറ്റിൽ ചെയ്യാം.